ചേട്ടൻ ഇപ്പോഴത്തെ തലമുറയോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തി വലുതാക്കുന്നത്. അവരാ നിസ്സാരം ഒരു പാൻപരാഗിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെയോ ഒരു ഡോസിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വേദന മാത്രമല്ല, അവർ മാനസികമായിട്ടും അത്രയും വളർത്തി വലുതാക്കിയിട്ട് എനിക്ക് കിട്ടിയ അനുഭവം ഇതാണോ എന്ന് ചോദിക്കുന്നതോടുകൂടി ആ കുട്ടികൾക്ക് ഭാവി ഇല്ലാണ്ടായി. വീട്ടിൽ ആരാരും ഇല്ല, അച്ഛനും അമ്മയും ജോലിക്ക് പോയി. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഏത് രൂപത്തിലാണ് വരുന്നത് നോക്കാൻ അവർക്കും സമയമില്ല. അപ്പോൾ ആദ്യമേ ഈ കൂട്ടുകുടുംബം തെറ്റി ഇപ്പോൾ അണുകുടുംബം ആയതോടുകൂടിയാണ് കൂടുതൽ വന്നത്. പിന്നെ ഇത് അടിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മാനൊന്നുമില്ല, ആങ്ങള പെങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് മക്കൾക്ക് എനിക്ക് അവരോട് പറയേണ്ടത് എന്താണ്, നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തി വരുന്നത്. പക്ഷെ നമ്മൾക്ക് 4 തരം കറി വെച്ചൊരു സദ്യ നടത്താനാവില്ലെങ്കിലും അവനോ കഴിക്കുന്ന കൂട്ടത്തിൽ ഉപ്പും ചോറായാലും കൊടുത്ത് കേവലം ആക്രി സാധനം പോലെ അച്ഛനമ്മമാരെ പെരുവഴിയിൽ തള്ളാതിരിക്കുക. കാരണം ഇന്ന് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതന്നെ നാളെ നമുക്ക് തിരിച്ചു. കാരണം ഇത് കൊണ്ടു തള്ളുന്നത് ഈ നമ്മളെ മക്കൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ നമുക്ക് പിന്നെ നേരെ നിൽക്കുന്നത് പറയാൻ പറ്റില്ല. അതെന്തെന്ന് അമ്മയും അച്ഛനും ഒക്കെ നമ്മളെ പേടിക്കുന്നു. അച്ഛനും അമ്മയും എന്താ ചെയ്ത് അമ്മമ്മേനെ അങ്ങ് തള്ളുവല്ലേ ഇത്, അച്ഛനെ അങ്ങ് തള്ളുവല്ലേ ഇത്. അപ്പോൾ ഈ ഒരു ഇതാണ് വേറെ മാറി കിട്ടേണ്ടത്. അവരെ മുമ്പെന്നാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അതിൽ നിന്നാണ് അതാണ് പറഞ്ഞത്, സംസർഗജാദോഷ ഗുണാഭവന്തു. നമ്മൾ സംസർഗം എങ്ങനെയാണോ അതിൽ നിന്നാണ് നമുക്ക് ഗുണം കിട്ടുന്നത്. പക്ഷേ നമ്മൾ തന്നെ തിരികെയാണെങ്കിൽ നമ്മളെ മക്കൾ എങ്ങനെ പിന്നെ നമ്മളെ ബഹുമാനിക്കും? അവർക്കും നമ്മൾ നാളെ ഇതേപോലെ നല്ല ഗതി. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിയണമെങ്കിൽ, നെഞ്ചിത്തട്ടി മനസ്സിലാവണമെങ്കിൽ ഇതുപോലുള്ള സ്ഥാനത്ത് ഇന്നിവിടെ സ്കൂൾ കുട്ടികൾ വന്നാലും ഞാൻ കൊടുക്കുന്ന ഉപദേശമാണ്, മക്കളെ ഇതോടുകൂടി ഇനി വൃദ്ധസദനത്തിൻ്റെ എണ്ണം കുറയ്ക്കണം. എൻ്റെ ചെറുപ്പകാലത്തിൽ ഈ വൃദ്ധസദനം എന്ന് പറഞ്ഞാലേ അറിയില്ല. അങ്ങനെ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇത് അത് മാറിയതോടുകൂടി ആകെ കൂട്ടുകുടുംബം എന്നുള്ള വ്യവസ്ഥ മാറിയതിന് ശേഷം ഇത്ര കാഴ്ച വന്നത്. അല്ലെങ്കിൽ ഇത്ര പീഡനമുണ്ടോ, ഇത്ര തെറ്റുണ്ടോ, അനാവശ്യമുണ്ടോ. അതെ, അപ്പോൾ അതിൽ വേണ്ട നിർദ്ദേശങ്ങളും തരാൻ ആളുണ്ട്. അപ്പം മൊബൈലിനെ കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണത്തേക്കാൾ ദോഷമാണുള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ തേങ്ങാ തൊണ്ടിൽ മണലിട്ടിട്ട് കൊണ്ടുപോകും. മണൽ എടുത്തിട്ട് തോളിൽ തൂക്കിയിട്ട് പോകും. അങ്ങനെ അമ്പലത്തിൻ്റെ അഗ്രശാലയിൽ, ചോറ് കൊടുക്കുന്ന അഗ്രശാലയിൽ 2 ലൈനായിട്ട് ഇരുത്തി നിലത്ത് മണലിട്ടിട്ട് അതിൽ നിന്നാണ് എഴുത്ത് പഠിക്കുന്നത്. ഇങ്ങനെ കൈതപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ ഒരു ഭാഗത്ത് ആൺകുട്ടികൾ ഒരു ഭാഗത്ത് പെൺകുട്ടികൾ അങ്ങനെ എഴുത്തുന്നു. അപ്പോൾ അതിന് ഈ 10-40 പിള്ളേരെ പഠിപ്പിക്കാൻ ഒരു എഴുത്തച്ഛൻ ഉണ്ടാവും, നിങ്ങളെ പോലെ പ്രായമുള്ളത്. അത് അഥവാ പഠിച്ചില്ലെങ്കിൽ മണലെടുത്തിട്ട് തൊടയിൽ 2 തിരുമ നല്ല ചെക്കിപ്പഴം പോലെ ഇങ്ങനെ എടുത്ത് വരും. അതിനൊന്നും ആർക്കും അച്ഛനമ്മമാർക്ക് പരാതിയില്ല. ഇന്നൊന്ന് കണ്ണ് വീഴ്ചാൽ മതി ഒരു അധ്യാപകൻ. പിന്നെ എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് പേടി ഉണ്ടാവില്ലെന്ന് ഒന്ന്. രണ്ടാമത് പിന്നെ അധ്യാപകന്മാരെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാൻ കാരണം നമ്മൾ സ്ഥാനമാനം തെറ്റിയിട്ടാണ് കുട്ടികളോട് കൂട്ടുകൂടുന്നത്. അവരെ തോളിൽ കൈ വിട്ട് അവരെ കൂടെ കടയിലേക്ക് പോകുമ്പോൾ ഇത് സാറ് അവിടെ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രം ഒരു സാറിൻ്റെ ഗമ, നമ്മൾ തന്നെ ചായ കുടിച്ചിട്ടില്ല, നമ്മൾ കഴിച്ച വാടക കിട്ടില്ല, ഇതാണ് ചോദിക്കുന്നത്. സാറേ ചായ കുടിക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. അതേപോലെ സ്ഥാനത്ത് ഞാൻ സാറാന്നുള്ള സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ 2000 പഠിപ്പിച്ചത് സാഹചര്യം മാറി. അപ്പോൾ ആ സാഹചര്യം വേറെയാണ് ഇന്നത്തെ സാഹചര്യം വരുന്നത്. പക്ഷേ നമുക്കും അച്ഛനമ്മമാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഏത് രൂപത്തിലാണ് വരുന്നത് നോക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് രാവിലെ മുതൽ ജോലിക്ക് പോയിട്ടില്ല ക്ഷീണത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിമുട്ടി കാട്ടിക്കൂട്ടി കുട്ടികൾക്ക് ആഹാരം കൊടുത്ത് പോയി കിടന്നത് പഠിക്കുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, എന്തെങ്കിലും സേവിക്കുന്നുണ്ടോ, ഇതൊന്നും നോക്കില്ല. അവർ വേണ്ടതെല്ലാം പോക്കറ്റിലോ മൊബൈലാക്കി വരുന്നുണ്ടാവും. ഇതുപോലും നമുക്ക് ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല. എന്നാൽ നിസ്സാരം ഈ 2 കുട്ടികളെ നോക്കാൻ അന്ന് 9, 10, 11 മക്കളുള്ള അമ്മമാർ 1000 ഒക്കെ ഇട്ടവിടെ നല്ല ഇപ്പോഴും വയറുപണി പോലെ നടക്കുന്ന ആളുകൾ. ഇതിന് 2 പ്രസവിക്കുമ്പോഴേ വയ്യാണ്ട അതിനാണ് നോക്കാനും ആവാണ്ടേ. അതാ എൻ്റെ അമ്മക്ക് 11 കുട്ടികളാണ്. 2 കരം തീർത്ത് കഴിഞ്ഞു. അല്ല 9 കുട്ടികൾ. അതിൽ 2 പേരെ കരം തീർത്തു. 9 പേരിൽ 7 പേര് ഞങ്ങളുണ്ട്. ഇവരെല്ലാം വളർത്തിയില്ലേ. ഇന്നിപ്പോൾ നിസ്സാരം 2 കുട്ടികളെ നിരക്ക് നിർത്താനാവുന്നില്ല അമ്മയ്ക്ക്. എന്താ ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്നിങ്ങോട്ട് പോകും. പണ്ടതല്ല, അവിടെ ഇരിയെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഇന്ന് അവർ നമ്മളെ പിടിച്ചിരുന്നിട്ട് അവരവർക്ക് ഉപയോഗിച്ച് പോകും.
കാലത്തിൻ്റെ മാറ്റതാണ്. സാഹചര്യം. ആ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അതായത് പറഞ്ഞാൽ കൊടുത്ത കൊല്ലത്തിന് നല്ലത് ചെയ്താൽ